എൻ്റെ ഇങ്ങനെ ഈ വിഷയത്തെ ഞാൻ ഒരുപാട് വർഷങ്ങൾ നിന്ന ദിവസങ്ങൾ പഠിച്ച ഒരു പുസ്തകമാണ്. ഇപ്പോഴും ഞാനൊരു പുസ്തകം എപ്പോഴും എല്ലാ ടൈമിലും ഞാൻ ഏതെങ്കിലും ഒരു സമയം പഠിച്ചുകൊണ്ടിരിക്കും. ഇപ്പം പൗലോസിൻ്റെ ജയിലിലെ ലൈഫ് ആണ് ഇപ്പം ഞാൻ പഠിക്കുന്നത്. അടുത്ത ദിവസങ്ങൾ നിങ്ങൾക്കൊരു ദൂതായിട്ട് വരും. ജയിലിലെ ലൈഫ് നിങ്ങൾക്കും അത് ഓർത്ത് വെക്കാൻ. 4 ജയിലിൽ അദ്ദേഹം കടന്നിട്ടുണ്ട്. അതിനെക്കുറിച്ചാണ് ഈ കഴിഞ്ഞ ദിവസങ്ങളൊക്കെ പഠിച്ചിട്ടുണ്ട്. ഇപ്പം ചില നാളുകൾക്ക് പിറകിൽ നന്നായിട്ട് പഠിക്കാൻ പറ്റിയ ഒരു പുസ്തകമാണ്. എങ്കിലും എത്രയൊക്കെ പഠിച്ചെന്ന് വന്നാലും ഒരാൾ ഈ ദൈവവചനത്തെ എടുത്ത് സംസാരിക്കുമ്പോൾ ആ ദൈവവചനം നമ്മുടെ അകത്തിങ്ങനെ തട്ടും. നിങ്ങളുടെ അകത്ത് തട്ടുന്നുണ്ടോ? തട്ടുന്നില്ലെങ്കിൽ പ്രാർത്ഥിച്ചുകൊണ്ട് ദൈവവചനം വായിക്കണം. തട്ടും. അത് പുതിയ ചിന്തയായിട്ട്, ആശയമായിട്ട്. ഇത് ഭൂമിയിലുള്ള ഒരു പുസ്തകത്തിനും ഒരാശയത്തിനും പറ്റത്തില്ല. ഒന്നിനെ പറ്റുള്ളൂ, അത് വിശുദ്ധ വചനമാണ്. നന്നായിട്ട് സ്തോത്രം ചെയ്യാം. അതുകൊണ്ട് തന്നെ ഇവിടെ വചനത്തിനകത്ത് പറയുന്നൊരു ഭാഗമുണ്ട്, ഉൾനട്ട വചനം. നിങ്ങളെ ശ്രദ്ധിച്ചായിരുന്നോ വായിച്ചു വന്നപ്പം? അതിൻ്റെ 2ാം ഭാഗത്ത് നിന്ന് കൂടുതലായി ദൈവദാസൻ സംസാരിച്ചത്. അതിൻ്റെ 20 കഴിയുന്ന വാക്യങ്ങൾക്കകത്ത് മനുഷ്യന്റെ കോപം ദൈവത്തിന്റെ നീതിയെ പ്രവർത്തിക്കുന്നില്ല. ആകയാൽ എല്ലാ അഴുക്കും ദുഷ്ടതയുടെ ആധിക്യവും വിട്ട് നിങ്ങളുടെ ആത്മാക്കളെ രക്ഷിപ്പാൻ ശക്തിയുള്ളതും ഉൾനട്ടതുമായ വചനം സൗമ്യതയോടെ കൈക്കൊള്ളുവീൻ. അത് ആത്മാവിലിങ്ങനെ പറഞ്ഞങ്ങ് പതിപ്പിക്കുകയാണ് യാക്കോബ്. മാനുഷികമായ രീതിയിൽ പ്രതികരിക്കുന്നവരായി തീരാതെ, കോപിക്കുന്നവരായി തീരാതെ, പറയുവാൻ താമസവും കേൾപ്പാൻ വേഗതയുള്ളവരായിരിക്കുന്ന ആൾക്കാരായ നിങ്ങൾ. ഒന്നുകൂടി പറഞ്ഞാൽ അതിൻ്റെ 18ാം വാക്യത്തിനകത്ത് നാം കാണുന്ന വാക്ക്, നാം അവൻ്റെ സൃഷ്ടികളിൽ ഒരുവിധം ആദ്യ ഫലമാകേണ്ടതിന് അവൻ തൻ്റെ ഇഷ്ടം ഹേതുവായി സത്യത്തിൻ്റെ വചനത്താൽ നമ്മെ ജനിപ്പിച്ചിരിക്കുന്നു. ആമേൻ. അങ്ങനെ ദൈവവചനത്താൽ, ദൈവത്താൽ ജനിക്കപ്പെട്ടവരായി, ന്യൂ ബോണായ പുതിയ സൃഷ്ടികളായ ഈ വിഷയം ഞാൻ സംസാരിക്കാനിരുന്നത്, പുതിയ സൃഷ്ടിയായ നമ്മളിൽ നമ്മൾ തന്നെ മനസ്സുകൊണ്ട് തിരിച്ചറിയേണ്ട, മനസ്സ് പുതുക്കുമ്പോൾ തിരിച്ചറിയേണ്ട ഏറ്റവും അനുഗ്രഹിക്കപ്പെട്ട ഒരു വേദഭാഗമാണിത്. സാധാരണക്കാരെ പോലെ പ്രതികരിക്കുന്നവരാകരുത്. കോപം മാത്രമല്ല, വെറുതെ ഒന്നും പറയാതിരിക്കുക. നാവ് സ്വർഗത്തെ ഭൂമിയിൽ കൊണ്ടുവരുന്നവരാണ് നിങ്ങൾ. ഹല്ലേലൂയ. യോഹന്നാൻ സ്നാപകൻ പ്രസംഗിച്ച ദൈവ രാജ്യം സമീപമായിരിക്കുന്നു എന്നുള്ള ആശയം യേശു പറയുമ്പോൾ, ദൈവരാജ്യം നിങ്ങളുടെ ഇടയിലാണ്. ആ ദൈവരാജ്യത്തിൽ ജീവിക്കുകയും ദൈവരാജ്യത്തെയും വെളിപ്പെടുത്തുകയും ചെയ്യുന്നവരാണ് നമ്മൾ. ഒന്നുകൂടി പറയട്ടെ, യോഹന്നാൻ പറഞ്ഞത് ഭൂമിയിൽ വന്നു, യേശു കൊണ്ടുവന്നു, അതിൽ ജീവിക്കുന്നവരാണ് നമ്മൾ. അതുകൊണ്ട് തന്നെ നമ്മുടെ ഉത്തരവാദിത്തം, നിയോഗം, ദൈവം നമ്മളെ അസൈൻമെന്റ് ചെയ്തതിൻ്റെ പിന്നിലുള്ള, നിയോഗിച്ചു വെച്ചിരിക്കുന്നതിൻ്റെ പിന്നിലുള്ള ഒരു കാര്യം, ഈച്ച് ആൻഡ് എവറി സെക്കൻഡ്, ഏത് സാഹചര്യത്തിലാണെങ്കിലും വാ തുറന്ന് സംസാരിക്കുമ്പോൾ ആ അന്തരീക്ഷത്തിൽ സ്വർഗം വെളിപ്പെടണം, ദൈവരാജ്യം വെളിപ്പെടണം. ഹല്ലേലൂയ. ഒരു 2 തെറ്റിദ്ധാരണകളുണ്ട്. ഒന്ന്, ഈ ഭൂമിയിൽ നിന്ന് മരിച്ച് സ്വർഗത്തിൽ ചെല്ലുമ്പോഴാണ് സ്വർഗത്തിന്റെ അനുഭവം കിട്ടുന്നെന്നും. അതൊരു തെറ്റിദ്ധാരണയാണ്. രണ്ടാമതൊരു കാര്യമുണ്ട്, ഈ ഭൂമിയിൽ സമ്പത്ത് മുഴുവൻ നേടിയെടുക്കുന്നതാണ് സ്വർഗരാജ്യം. ഈ 2 രീതി പ്രസംഗിക്കുന്നവരുണ്ട്. രണ്ടുമല്ല ശരി. ബൈബിള് പറയുന്നത്, യേശു പറഞ്ഞത്, യേശുവിൻ്റെ പ്രാർത്ഥന, സ്വർഗത്തിലെ പോലെ തന്നെ ഭൂമിയിലും ആകണേ. അതെ, മരിച്ചു കഴിഞ്ഞോ രൂപാന്തരപ്പെട്ടോ സ്വർഗത്തിലോ ചെന്ന് നീ അനുഭവിക്കേണ്ട അതേ പ്രാധാന്യതയുള്ള ദൈവരാജ്യത്തെ ഈ ഭൂമിയിൽ വെളിപ്പെടുത്തേണ്ട സമയത്താണ് നമ്മൾ നിൽക്കുന്നത്. ആമേൻ. ഹല്ലേലൂയ. സ്വർഗത്തിൽ ചെല്ലുന്നതിനേക്കാളും വലുതാണ്
ക്രിസ്തു നമ്മുടെ ഉള്ളിൽ വരുന്നത്. ഈ വെളിപ്പെടുത്തലൊക്കെ തിരിച്ചറിയണം. ആമേൻ. അല്ല, ഒരു പാട്ടുണ്ട്, സ്വർഗത്തേക്കാൾ വലിയവനാണ്, സ്വർഗത്തേക്കാൾ സുന്ദരനാണ്. സോ തിരിച്ചറിയുകയാണ്. ഇവിടെ ഈ വചനം പ്രബോധിപ്പിക്കുകയാണ്, നിങ്ങളുടെ മനുഷ്യന്റെ കോപം ദൈവത്തിന്റെ നീതിയെ ഒരിക്കലും, കൂടെ നിൽക്കാമോ വായിക്കാൻ, നീതിയെ പ്രവർത്തിക്കുന്നില്ല. ദൈവനീതി, അതെ, നമ്മുടെ വാതുറക്കുമ്പം ദൈവ ഇഷ്ടം, ദൈവ ആഗ്രഹം, ദൈവത്തിന്റെ നീതിയെ പ്രസവിക്കണം, പറയണം എന്നുള്ളതാണ്. ആമേൻ. അത് രോഗ സിറ്റുവേഷനിൽ കിടക്കുന്നവനാണോ, ശാപ സിറ്റുവേഷനിൽ കിടക്കുന്നവനാണോ, ഈ കാലത്തിന്റെ ഗതിവിഗതികൾക്കകത്ത് കിടക്കുന്നവനാണോ, അനുസരണം കെട്ട മക്കളോട് ബന്ധപ്പെട്ട് വ്യാപരിക്കുന്ന ആ ദുരാത്മാവിനെ അനുസരിച്ച് നടക്കുന്നവരാണോ, അവരുടെ അടുക്കലേക്ക് നിങ്ങൾ ചെല്ലുമ്പോൾ, നമ്മൾ അയക്കപ്പെടുമ്പോൾ ദൈവം ആഗ്രഹിക്കുന്നത് അവരെ പോലെ മാനുഷികമായി കോപത്തിന്റെ ശബ്ദം പറയുന്നവരല്ല, മറിച്ച് ദൈവത്തിന്റെ നീതി വെളിപ്പെടുത്തുന്നവരാകണം. ആ വാക്യത്തെയാണ് തുറന്നു കൊണ്ടുവരുന്നത്. അഴുക്കും, ആകയാൽ എല്ലാ അഴുക്കും ദുഷ്ടതയുടെ ആധിക്യവും വിട്ട് നിങ്ങളുടെ ആത്മാക്കളെ രക്ഷിക്കാൻ ശക്തിയുള്ള ഉൾനട്ടതുമായ വചനം സൗമ്യതയോടെ കൈക്കൊള്ളുവീൻ. ആമേൻ. ഇങ്ങനെ ഒരു പുസ്തകം 5-6 എൻ്റെ 4-5 ഇരിപ്പുണ്ട്. ഇങ്ങനെ മേടിച്ചോണ്ടിരുന്നതിനകത്തല്ല കാര്യം, മറിച്ച് എവിടെ കിട്ടണം? അത് വ്യത്യസ്ത സാഹചര്യങ്ങൾ, വ്യത്യസ്ത അനുഭവങ്ങൾക്കകത്താ. ഒരു കഷ്ടതയുടെയോ ബുദ്ധിമുട്ടിന്റെ അനുഭവത്തിൽ ആ പ്രശ്നം ഒരു തീയമ്പായിട്ട് കയറി വരുമ്പോൾ പരിചയമായി വചനം എഴുന്നേറ്റ് വരും. കഷ്ടതയിൽ വീണു പോകാൻ നിങ്ങളെ സമ്മതിക്കാത്തത് ഉൾനട്ടിരിക്കുന്ന വചനങ്ങളാണ്. ആമേൻ. ദൈവത്തിന്റെ വചനം ഉള്ളിലുണ്ട് എങ്കിൽ, പൗലോസ് പറയാണ്, വിശ്വാസത്താൽ അധിക കാര്യങ്ങൾ ചെയ്യാൻ ആഗ്രഹിക്കുന്ന തലമുറകളെ നോക്കിയാണ് യാക്കോബ് അപ്പോസ്തലൻ പറയുന്നത്, നിങ്ങൾ വെറും വിടുവായന്മാരും കോപം സംസാരിക്കുന്നവരും ഒന്നും ആയിത്തീരാതെ ദൈവത്തിന്റെ നീതിയെ പറയുന്നവരായിരിക്കണം. എങ്ങനെയാണ് ആ നീതി തുറന്നു വരുന്നത്? ആ നീതി ഉൾനട്ട ദൈവവചനത്തിന്റെ പ്രവൃത്തിയാലാ തുറന്നു വരുന്നത്. ഹല്ലേലൂയ, ഹല്ലേലൂയ. സങ്കീർത്തനാണെങ്കിലും അകത്തെന്താ ഉണ്ടാകണം? വചനം ഉണ്ടായിരിക്കണം, വചനം ഉണ്ടായിരിക്കണം. കഴിഞ്ഞ ദിവസം ഒരാൾ പ്രാർത്ഥിക്കാൻ വിളിച്ചോണ്ടിരിക്കുമ്പോഴാണ് എൻ്റെ മോള്, അവൾക്ക് എല്ലാ ദിവസവും കിടക്കുമ്പോൾ, നിങ്ങൾക്കറിയാം, സങ്കീർത്തനം വായിക്കാൻ ഞാൻ ഒത്തിരി നേരം പറഞ്ഞിട്ടും ഒരു ദൈവശബ്ദം പോലും അവരെ ഇങ്ങനെ കയറി കൊളുത്തുന്നില്ല, ഇങ്ങനെ കയറി പിടിക്കുന്നില്ല. ഞാനിങ്ങനെ പരതുക, ഏത് കർത്താവ് ഇവരെ പിടിക്കുന്ന വചനം ഏതാ, ഇങ്ങനെ തെരഞ്ഞ് പിടിച്ചോണ്ടിരിക്കുക. അതിൻ്റെ ഇടയ്ക്ക് എൻ്റെ മോള് വന്നിട്ട് പറയണേ, ഇല്ല, എനിക്ക് വേണ്ടി ഇപ്പൊ പ്രാർത്ഥിക്കണം, അവളെ പ്രാർത്ഥിച്ച് രാത്രി ഉറക്കണം. എന്നിട്ട് അവക്ക് ഈ ഒരു സങ്കീർത്തനത്തിൻ്റെയോ ഏതെങ്കിലും ഒരു ഭാഗത്തിൻ്റെ വായിച്ചു കൊടുക്കണം. അത് അവള് പറയും. ചിലത് കാണപ്പെടാൻ അറിയാം, എന്നാലും ഞാൻ പറഞ്ഞു കൊടുത്താൽ രക്ഷയില്ല. അപ്പൊ ഇത് പറഞ്ഞു വരാൻ നേരത്ത് ഞാൻ ഈ കൊച്ചിനോട് പറഞ്ഞപ്പം അവരോടും പറഞ്ഞു, നിങ്ങളും പറഞ്ഞു, ഏക്കാലും പറയുമല്ല, നിങ്ങളും പറഞ്ഞു. ഞാനിത് പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ തന്നെ അകത്ത് 1 മണിക്കൂറായി ഞാൻ സംസാരിക്കുന്ന ആൾക്ക് ഒരു വ്യത്യാസം ഇല്ലാതിരുന്നത് ആ കൊച്ചിനോട് പറഞ്ഞുകൊണ്ടിരുന്ന വചനം കയറി തൊട്ടു. അപ്പൊ എനിക്ക് മനസ്സിലായി, ഞാൻ ഒത്തിരി വെളിപ്പാട് പറഞ്ഞതിനകത്തല്ല, ഞാൻ പറഞ്ഞ ഏതോ വചനം അവരുടെ ഉൾനട്ടിട്ടുണ്ട്. പണ്ടെപ്പോഴോ നട്ട വചനം അവരുടെ അകത്ത് കിടപ്പുണ്ട്. അതങ്ങ് കയറി കൊളുത്തി. എത്ര പേർക്കറിയാം, പല സ്ഥലങ്ങളിലും നമ്മൾ തളടിയായി പോകാഞ്ഞതിൻ്റെ പിന്നിലൊരു കാര്യം, അകത്ത് ദൈവം ഇട്ട് ഉൾനട്ട വചനമല്ലായിരുന്നു. ആമേൻ. കുറുമ്പന പോലെ മുനയുള്ള ശകരങ്ങൾ നിങ്ങളുടെ ലൈഫിനകത്തേക്ക് വെളിപ്പെട്ട് വന്നപ്പോൾ അവിടെ വീണ് പോകാത്ത രീതിയിൽ നിങ്ങളെ പിടിച്ചു നിർത്തിയ ദൈവത്തിൻ്റെ വചനമല്ലേ? വളരെ തൻ്റെ ഇടത്തോടെ എനിക്ക് പറയാം, ആരോട് മുമ്പിൽ ന്യായവിസ്താരങ്ങൾ വിലയിരുത്താൻ പറ്റാത്ത രീതിയിൽ പ്രശ്നങ്ങൾ ഒരു കൂമ്പാരം പോലെ എൻ്റെ തലയ്ക്ക് മേളിൽ കുന്നുകൂടിയപ്പോൾ, ഹല്ലേലൂയ, ഒറ്റയ്ക്ക് ഇരുന്ന് വായിച്ചെടുത്ത വചനങ്ങൾ അകത്ത് ദൈവത്തിൻ്റെ ആത്മാവ് നട്ടതുകൊണ്ടാണ് ആ പ്രതിസന്ധിയുടെ നടുവിൽ ദൈവം എന്നെ നിർത്തിയത്. എൻ്റെ സാക്ഷ്യം മാത്രമല്ല, കൈ അടിച്ച് ദൈവത്തെ ഒന്ന് നന്നായി സ്തോത്രം ചെയ്ത് യാക്കോബ് അപ്പോസ്തലൻ നമ്മോട് പ്രബോധിപ്പിക്കുന്ന വചനത്തെ ഉള്ളത്തിൽ സ്വീകരിക്കാം. ഉൾനട്ട വചനങ്ങൾ ലൈഫിനകത്ത് കിടക്കട്ടെ. ഹല്ലേലൂയ.
ഒരു വിശ്വാസിയുടെ വളർച്ച ഇത്തരം വാക്യങ്ങളുടെ അടുക്കടുക്കായിട്ടുള്ള അനുഭവങ്ങൾക്കകത്ത് കടക്കും. ഈ ഈ ഓരോ ദൈവവചനം, ഓരോ പ്രോഗ്രസ് ഉണ്ട്. ഞാൻ നിങ്ങളോട് പ്രസംഗിച്ചിട്ടുണ്ട്. യേശു കർത്താവിൻ്റെ മടക്കയാത്ര, പിതാവിൻ്റെ അടുക്കിലേക്ക് മടങ്ങുമ്പോൾ തൻ്റെ ശിഷ്യന്മാരോട് പറഞ്ഞ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്, രഹസ്യത്തിൽ പോയി അവരെല്ലാവരും കേൾക്കുകയും മറക്കാതിരിക്കുകയും ചെയ്യുന്നൊരു വാക്കാണ്, നീതിയെക്കുറിച്ചും ന്യായവിധിയെക്കുറിച്ചും പാപത്തെക്കുറിച്ചും ബോധം വരുത്തുന്ന പരിശുദ്ധാത്മാവ് നിങ്ങളുടെ അടുക്കൽ ഇറങ്ങി വരും. ആമേൻ. അടുക്കൽ ഇറങ്ങി വരും. പക്ഷേ എനിക്ക് ചിലതോടെയൊക്കെ പറയണമെന്ന് ആഗ്രഹമുണ്ട്, പക്ഷെ ഇപ്പം നിങ്ങൾക്ക് വഹിക്കാൻ കഴിയില്ല. ആമേൻ. ഹല്ലേലൂയ. എന്നാൽ പരിശുദ്ധാത്മാവ് നിങ്ങളുടെ മേൽ വരുമ്പോൾ ഞാൻ ഇപ്പോൾ എന്താണോ പറയാൻ ആഗ്രഹിക്കുന്നത് അത് നിങ്ങളുടെ അകത്ത് തുറന്നു കൊണ്ടുവരും. ഹല്ലേലൂയ. അങ്ങനെ ആത്മാവ് തുറന്നു കൊണ്ടുവന്നതാണ് അപ്പോസ്തലന്മാരിലൂടെ ഈ ദൈവവചനങ്ങൾ. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഇതിൻ്റെ വെളിപ്പാടുകൾ ഇന്നും തീ കത്തുന്നത് പോലെ വിശ്വസിക്കുന്നവൻ്റെ ഉള്ളിൽ അത് വ്യാപരിച്ചു കൊണ്ടേയിരിക്കും. ആമേൻ. ഹല്ലേലൂയ. വാഗ്ദത്തങ്ങൾ നിലനിൽക്കുന്നത്, ചിലതിനെ കത്തിക്കുന്നത് ഇതുപോലെയുള്ള വചനങ്ങളാണ്. ഹല്ലേലൂയ. എൻ്റെ അകത്തൊരു ചിന്തയുടെ വരിക, ഒരു മുൾപടർപ്പ് കത്തി നിൽക്കുന്ന മുൾപടർപ്പ് കത്തുന്നതിൻ്റെ പിന്നിലെ കാരണം, മോശെ ഇനി നിനക്ക് മറ്റൊരു വഴിയില്ല, നിനക്കിനി മറ്റൊന്ന് ചൂസ് ചെയ്യാൻ അനുവാദമില്ല. ദിസ് ഈസ് ദ പോയിന്റ്. നീ ഇവിടെ നിന്ന് ദൈവപ്രവൃത്തിയിലേക്ക് ഡൈവേർട്ട് ആകേണ്ട സമയത്തിനകത്തേക്ക് നീ എത്തപ്പെട്ടിരിക്കുന്നു. ഹല്ലേലൂയ. ദൈവവചനത്തിൻ്റെയും ഹല്ലേലൂയ ദൈവം പറഞ്ഞ വാഗ്ദത്തത്തിൻ്റെയും, അത് മോശയോടുള്ളതാകട്ടെ ഇസ്രായേൽ ജനത്തോടുള്ളതാകട്ടെ, സമയം അതിക്രമിച്ചിരിക്കുന്നു. ഒരു നിമിഷം നിനക്കിനി താണ്ടാൻ അനുവാദമില്ല. നിന്നെ കൊണ്ട് എനിക്ക് വൻ കാര്യങ്ങൾ ചെയ്യാനുണ്ട്. കമോൺ. വചനത്തോട് പ്രതികരിക്കുന്നവരോട് ആത്മാവിൽ പ്രതികരിച്ചു തുടങ്ങ്. നിന്നെക്കുറിച്ച് ദൈവത്തിന് വൻ കാര്യങ്ങൾ ചെയ്യാനുണ്ട്. ഹല്ലേലൂയ. മരുഭൂമി നാണം കെടുന്നത് പോലെ, ചെങ്കടൽ പേടിക്കുന്നത് പോലെ, യോർദാൻ ഓടുന്നത് പോലെ, ഹായ് പട്ടണം തകർന്നു വീഴുന്നത് പോലെ, ഹല്ലേലൂയ ജാതികൾ വിശ്രമം വരുന്നത് പോലെ, ദൈവത്തിന് തൻ്റെ തലമുറകളെ ദൈവത്തിൻ്റെ പ്രവർത്തിക്കായി എഴുന്നേൽപ്പിക്കേണ്ടതുണ്ടെന്ന് ഇന്ന് രാവിലെ ദൈവാത്മാവ് ദൂത് പറയുന്നു. ഈ വചനമാണ് എൻ്റെ അകത്ത് നിറയുമ്പോഴാണ് ഈ പാട്ട് എൻ്റെ അകത്തേക്ക് വന്ന അഗ്നി നിന്നെ ദഹിപ്പിക്കുകയില്ല. പറഞ്ഞേ, അഗ്നി നിന്നെ ദഹിപ്പിക്കുകയില്ല. ഹല്ലേലൂയ. നദി നിന്റെ മേൽ കവിയുകയില്ല. ഹല്ലേലൂയ. നദിക്കും അഗ്നിക്കും അതൊക്കെ അതൊക്കെ ഒരു പ്രകൃതിയുടെ പ്രതിഭാസമാണ്. അതിനെ ഒന്നും തരണം ചെയ്യാൻ നാച്ചുറലായി മാറ്റപ്പെട്ടു പോയ മനുഷ്യന് കഴിയില്ല. റിങ്കു പറഞ്ഞതുപോലെ ഞാനൊരു നാച്ചുറൽ ആണെങ്കിൽ എൻ്റെ അകത്ത് നിലനിൽക്കുന്ന ഒരു സൂപ്പർ നാച്ചുറലാണ്. അതുകൊണ്ട് ആ വാക്ക് തിരുത്തി ഞാനും പറയട്ടെ, അതുകൊണ്ട് ഞാനും സൂപ്പർ നാച്ചുറലാണ്. എൻ്റെ വാക്കും സൂപ്പർ നാച്ചുറലാണ്. ഉൾനട്ട വചനങ്ങൾ നിങ്ങളുടെ അകത്ത് വെളിപ്പെടട്ടെ. ഹല്ലേലൂയ. അത് കേൾക്കുന്നവർ മാത്രമായി തീരാതെ അതിനെ പ്രമാണിക്കുന്നവർ കൂടി ആയിത്തീരട്ടെ. ഹല്ലേലൂയ. കരം ഒന്ന് അടിച്ച് കർത്താവിന് നന്ദി പറഞ്ഞ്. ദൈവം സംസാരിക്കുന്നുണ്ട്, എനിക്കറിയാം. ബാക്കി ഇങ്ങനെ പറയുന്നത്, എങ്കിലും വചനം കേൾക്ക മാത്രം ചെയ്തുകൊണ്ട് തങ്ങളെ തന്നെ ചതിക്കാതെ അതിനെ ചെയ്യുന്നവരായിരിപ്പീൻ. ഒരുത്തൻ വചനം കേൾക്കുന്നുവെങ്കിലും, വാക്യം 23, എങ്കിലും ചെയ്യാത്തവനായിരുന്നാൽ അവൻ തന്റെ സ്വാഭാവിക മുഖം കണ്ണാടിയിൽ, വാക്യം എല്ലാവരും നോക്കണം, അവന്റെ സ്വാഭാവിക രൂപം കണ്ണാടിയിൽ നോക്കുന്ന ആളോട് വെക്കുന്നു. ശ്രദ്ധിച്ചേ, ആ വാക്ക് കേട്ട് കളയരുത്. നമ്മൾ എന്നാണെന്ന് ശ്രദ്ധിച്ചേ, എല്ലാരും ശ്രദ്ധിച്ചേ മക്കളെ. നമ്മൾ എന്താണെന്ന് നമ്മളോട് പറയുന്ന കണ്ണാടിയാണിത്. ഏത്? നമ്മുടെ ജീവിതത്തിൽ നടക്കുന്നതല്ല സത്യം, ഇതാണ് സത്യം. ഇതിലേക്ക് വഴിമാറുകയാ വേണ്ടത്. ഇതിലുള്ളത് നമ്മളിൽ നിറവേറുകയാണ് വേണ്ടത്. ഇത് കേൾക്കുകയും മാത്രം ചെയ്യാതെ
ഇതിനെ ഉൾക്കൊള്ളുന്നവരായി തീരുമ്പോൾ ഇതിലുള്ളത് നിങ്ങളിൽ വെളിപ്പെടും. ഹല്ലേലൂയ, ഹല്ലേലൂയ. അതാ ഞാൻ ആദ്യം പറഞ്ഞത്, ദൈവരാജ്യത്തിലെ നീ എന്താണ്? ദൈവരാജ്യത്തിലെ നിങ്ങൾ എങ്ങനെയാണ് എന്ന് ഇതിനകത്ത് എഴുതിയിട്ടുണ്ട്. നമ്മളെ കണ്ണാടിയിൽ കാണുന്നവരായി മാത്രം ചെയ്യാതെ എല്ലാ ദിവസവും നമ്മുടെ സ്വരൂപം കണ്ണാടിയിൽ കാണുന്നു. അതെ, 40 കിലോമീറ്ററിനകത്തുനിന്ന് ഉള്ള മലകൾക്കകത്തുനിന്ന് ജനങ്ങൾ ഇറങ്ങി വരുന്നു. യെസ്, അതാണ് ഞങ്ങളെക്കുറിച്ചുള്ള വാക്തത്വം. മാറി വെറുതെ പോയിരിക്കാനല്ല, മറിച്ച് കേൾക്കുന്നവരും മാത്രം പറയുന്നവരും മാത്രമായി തീരാതെ അതിനെ ക്യാച്ച് ചെയ്യാനുള്ള ആത്മീയ അനുഭവത്തിലേക്ക് പരിശുദ്ധാത്മാവ് നിങ്ങളെ കൊണ്ടുപോകട്ടെ. ഒന്ന് വായിക്കാമോ? 23-ാം വാക്യം. അത് വായിച്ച് നമുക്ക് പ്രസംഗമല്ല, അത് വായിച്ച് കേൾക്കണം. ഒരുത്തൻ വചനം കേൾക്കുന്നവനെങ്കിലും ചെയ്യാത്തവനായിരുന്നാൽ അവൻ തന്റെ സ്വാഭാവിക മുഖം കണ്ണാടിയിൽ നോക്കുന്ന ആളോട് ഒക്കുന്നു. വായിച്ചു. അവൻ തന്നെത്താൻ കണ്ട് പുറപ്പെട്ട് താൻ ഇന്ന രൂപമായിരുന്നു എന്ന് ഉടനെ മറന്നു പോകുന്നു. അവൻ കണ്ടു. ഇവിടെ ദൈവവചനം പ്രസംഗിക്കുമ്പം ദൈവത്തിന്റെ ദൂത് വരുമ്പോൾ വരുന്നത് ഇതാണ്. അവൻ കണ്ടു, പക്ഷെ ഈ കോണിപ്പടി ഇറങ്ങി താഴോട്ട് വരുമ്പോ മറന്നു പോകുന്നു. ഇത് യേശു കർത്താവ് പറഞ്ഞൊരു ഉപമയുണ്ട്. ചിലത് വഴിയരികിൽ വീണു, ചിലത് പാറസ്ഥലത്ത് വീണ്, ചിലത് മുള്ളിനിടയിൽ വീണ്. ഇത് 3 സ്വഭാവത്തെ കാണിക്കുന്നത്. നല്ല നിലത്ത് വീഴുന്നത് പോലെ ഈ വചനം പോയി വീണാൽ, വചനം പറയുന്നത് നീ കണ്ണാടിയിൽ കണ്ട നിന്റെ ലൈഫിൽ സംഭവിക്കും. അതൊരു ദൂതാണ്. നീ കേട്ടത് നിന്നിൽ നിശ്ചയമായി നിറവേറിയിരിക്കും. ഹല്ലേലൂയ. ഈ കഴിഞ്ഞ ദിവസം ഇവിടെ നടന്ന ഒരു മെസ്സേജ് ഞാനിങ്ങനെ കേട്ടുകൊണ്ടിരിക്കുമ്പോൾ എൻ്റെ അകത്ത് പെട്ടെന്നൊരു ദൈവശക്തി ഇറങ്ങി വന്നു. ആ വാക്യം ഇങ്ങനെയായിരുന്നു: നമ്മളെങ്ങനെയാണ് ഈ ഞായറാഴ്ച യോഗം, ചെറിയ കൂട്ടായ്മകൾ, വ്യത്യസ്ത കൂട്ടായ്മകൾ ഇങ്ങനെ മാളികമുറികൾക്കകത്ത് അനുഭവിച്ചു കൊണ്ടിരിക്കുന്നതിൻ്റെ പിന്നിൽ കാരണം ദൈവത്തിൻ്റെ വലിയൊരു ഉണർവ് പൊട്ടിപ്പുറപ്പെടേണ്ടതിനാണ്. ചിലപ്പോൾ ചൂടുണ്ടായേക്കാം, പരാതി ഒക്കെ കണ്ടെന്ന് വരാം. പക്ഷെ ഇതിനകത്തൂടെ ദൈവം സംസാരിക്കുന്നത് എന്താണെന്നറിയാമോ? ദൈവത്തിൻ്റെ വലിയ പ്രവൃത്തിയാണ്. ഞാൻ ഈ ഉണർവുകളെ കുറിച്ച് പ്രസംഗിച്ചു വന്നപ്പോൾ പറഞ്ഞൊരു കാര്യമുണ്ട്. നൂറ്റാണ്ടുകൾക്കകത്ത് ഒരുവൻ പ്രവചിക്കാതിരുന്നു, ഒരുത്തരും അന്യഭാഷ പറയാതിരുന്നു, ആരും ആത്മാവിന് വില കൊടുക്കാതിരുന്നു. ദൈവവചനത്തിൽ ഇങ്ങനെ ചില സംഭവങ്ങളുണ്ടോ ഇല്ലയോ എന്ന് പോലും ആരും ഗ്രഹിക്കാതെ അന്വേഷിക്കാതെ ഇരുന്നതിൻ്റെ പിന്നിൽ ഹല്ലേലൂയ ദൈവത്തിൻ്റെ ആത്മാവ് ഇങ്ങനെ വെയിറ്റ് ചെയ്തുകൊണ്ടേയിരുന്നു. ആര് എനിക്ക് വേണ്ടി വേർതിരിക്കപ്പെടും? ആര് എന്നെ ഉള്ളത്തിൽ അനുവദിക്കും? നൂറ്റാണ്ടുകൾ ഇങ്ങനെയൊക്കെ മൗനമായിരുന്നെന്ന് പറഞ്ഞാലും ദൈവത്തിൻ്റെ ആത്മാവിൻ്റെ ശക്തി വെളിപ്പെടുന്ന നിമിഷങ്ങളിൽ അതിനെ അനുവദിക്കുന്ന ആൾക്കാരുടെ ഇടയിൽ ദൈവം പ്രവർത്തിച്ചിരിക്കും. അതിന് പറ്റുന്നൊരു വചനം ബൈബിളിനകത്ത് കിടപ്പുണ്ട്. ഒരു വൃക്ഷമായാൽ അതിനൊരു പ്രത്യാശയുണ്ട്. കമോൺ, ഒരു വൃക്ഷമായാൽ അതിനൊരു പ്രത്യാശയുണ്ട്. അത് അത് വെട്ടിയാൽ വീണ്ടും കിളർക്കും. എങ്ങനെയാണ്? വെള്ളം വേണമെന്നൊന്നുമില്ല. വെള്ളത്തിന്റെ ഗന്ധം അടിച്ചാൽ മതി. ദൈവവചനം ഇങ്ങനെ അടിച്ചാൽ മതി. ഗന്ധം അടിച്ചാൽ മതി, അല്ലേ? ആത്മനദി ഉണ്ടെന്ന് ഇങ്ങനെ ഒന്ന് പറഞ്ഞാൽ മതി. ഉള്ളത്തിൽ നിന്ന് ആത്മനദികൾ ഒഴുകുവാനിടയായി. ഹല്ലേലൂയ, ആമേൻ. ഉൾനട്ട വചനങ്ങൾ നിങ്ങളുടെ അകത്തുണ്ട്. പെറുക്കി അതെടുക്കാനായിട്ട് പ്രാർത്ഥിക്കുമ്പോൾ വചനം പറഞ്ഞ് പ്രാർത്ഥിക്കുന്ന എത്ര പേരുണ്ട്? പ്രാർത്ഥിക്കുമ്പോൾ നിങ്ങളറിയാതെ വചനം പൊങ്ങി വരുന്ന എത്ര പേരുണ്ട്? അതൊന്നും വെറുതെ വരുന്നൊന്നും അല്ല കേട്ടോ. എവിടെയോ ദൈവം അയക്കുന്ന അമ്പുകളാണത്. ഞാൻ ആക്ച്വലി ഇന്ന് രാവിലെ പാടാനായിട്ട് എടുത്തു വെച്ച പാട്ടതായിരുന്നില്ല. അധികാരത്തോടെ ഞാൻ കൽപ്പിക്കുമ്പോൾ പ്രതികൂലങ്ങൾ മാറിപ്പോകും. അധികാരത്തോടെ കൽപ്പിക്കുമ്പോൾ പ്രതികൂലങ്ങൾ മാറിപ്പോകും. പാടണ്ട, നമുക്ക് അത് ആശയം കേൾക്കാം. ഈ പ്രതികൂലങ്ങളോട് ദൈവവചനം പ്രാർത്ഥനയിലൂടെ സംസാരിക്കുന്നവരിനകത്തുണ്ടെങ്കിൽ ഞാൻ അവരെ ഓർത്ത് സ്തോത്രം ചെയ്യും.
ഇനി പ്രാർത്ഥനയിലാകണമെന്നില്ല. നീ ഒരു സംശയം, ഒരു പ്രശ്നം, രോഗം, ബുദ്ധിമുട്ട് നിങ്ങൾക്കാകണമെന്നില്ല. തൊട്ടടുത്തുള്ള ആൾക്കാർക്കാണെങ്കിൽ വരുമ്പോൾ അവരെ കണ്ടിട്ട് ഞാൻ പ്രാർത്ഥിച്ചേക്കാം എന്ന് പറഞ്ഞിട്ട് മാറി നിൽക്കുന്നവർ ആത്മാവിൽ അവർക്ക് മുമ്പിൽ ആ വചനം ഉപയോഗിക്കാം, അധികാരം ഉപയോഗിക്കാം. കഴിഞ്ഞ ദിവസം ഞാൻ ഒരു സന്ദേശം കേൾക്കുമ്പോൾ ഹല്ലേലൂയ, ഈ പാറ്റന്റ് ഫീൽഡിലുള്ളവരോട് ദൈവത്തിൻ്റെ അഭിഷേകത്തിൽ സംസാരിച്ച 3 പദമാണ്. ഒന്ന്, യേശുവിൻ്റെ നാമം. കമോൺ, എന്ന് യേശുവിൻ്റെ നാമം. യേശുവിൻ്റെ നാമം അധികാരത്തോടെ ഉപയോഗിക്കുന്നവരായിരിക്കണം. ഹല്ലേലൂയ. പിതാവ് പറയുന്നത് നിങ്ങൾ ഉപയോഗിക്കുന്നില്ലെന്ന്, നിങ്ങൾ ചോദിക്കുന്നില്ലെന്നാ. ആമേൻ. മനസ്സിലാ എന്താ കഴിക്കണം? യേശുവിൻ്റെ നാമം ഉപയോഗിക്കണം. ആമേൻ. വേറൊന്നും പറയാനില്ല. ഗിഫ്റ്റഡ് ആണോ അല്ലയോ എന്നൊന്നും അറിയത്തില്ല. ഇരിക്കുമ്പോൾ പ്രാർത്ഥിക്കാൻ ആഗ്രഹമുണ്ട്, അറിയാതെ തുള്ളിപ്പോകുന്ന ആത്മാവുണ്ടോ? പേടിക്കണ്ട, ഇത് വെച്ചുകൊണ്ട് യേശുവിൻ്റെ നാമം ഉപയോഗിച്ചു. പതുക്കെ പതുക്കെ കൺഫർമേഷൻ തന്നോളും ദൈവത്തിൻ്റെ ആത്മാവില്ല. ആമേൻ. ദൈവത്തിൻ്റെ നാമം ഉപയോഗിക്കുന്നത് പഴയ നിയമത്തില് ഉണ്ടായിരുന്നു, അല്ലേ? ദാവീദ് ഗോലിയാത്തിന്റെ നേരെ വന്നത് അങ്ങനെയാ. നീ നിന്ദിക്കുന്ന ഇസ്രായേലിന്റെ ദൈവത്തിന്റെ നാമത്തിലാണ് നിന്നെ വരുന്നത്. ഞാനല്ല വരുന്നത്, ദൈവമാണ് വരുന്നത്. ആമേൻ. കണ്ണുകൾ കൊണ്ട് ഈ മല്ലൻ നോക്കുമ്പോൾ ഒരു ചെറിയ ബാലൻ എന്തോ കളിക്കാൻ പോകുന്നത് പോലെയാണ് തോന്നുന്നത്. പക്ഷേ ദാവീദിന്റെ മനോഭാവം വേറെയാണ്. ആമേൻ. പേടിച്ചു മാറി നിൽക്കുന്ന ഇസ്രായേലിന്റെ രാജാവിനെ കണ്ടിട്ട് ഹല്ലേലൂയ, തൻ്റെ സഹോദരന്മാർ ഉൾക്കൊള്ളുന്ന തൻ്റെ ആ സോൾജിയേഴ്സിൻ്റെ മടി കണ്ടിട്ട്, പേടി കണ്ടിട്ട് ഈ മനുഷ്യൻ പേടിച്ചൊന്നുമില്ല. അവൻ്റെ ദൈവത്തെ അറിയാം. അതുകൊണ്ടാണ് പറഞ്ഞത്, ഞാൻ വരുന്നത് ഇസ്രായേലിൻ്റെ നാമത്തിലാണ്. ആമേൻ. പുതിയ നിയമത്തിലേക്ക് വരുമ്പോൾ സകല നാമത്തിന് മേലായ നാമമായ യേശുവിൻ്റെ നാമം ഉപയോഗിക്കണം. ആമേൻ. ഇനി ഞാൻ ആത്മാവിൽ പറയാം, ഒറ്റയ്ക്കേ ഉള്ളൂ, മതി. ഹല്ലേലൂയ. സഹോദരങ്ങളില്ലായിരുന്നെന്ന് ഇശിയായി പറഞ്ഞയച്ച ഹല്ലേലൂയ ആ ഇസ്രായേലിൻ്റെ സോൾജിയേഴ്സ് ദാവീദിൻ്റെ കൂടെ ഇല്ലായിരുന്നെന്ന്. അന്നത്തെ രാജാവായിരുന്ന ശൗലും ഇല്ലായിരുന്നു. ഹല്ലേലൂയ. അപ്പൻ കളിയാക്കി വിട്ട കാലികളെ നയിക്കാൻ പോയ മനുഷ്യനാണ് ഇസ്രായേലിൻ്റെ നായകത്തിലേക്ക് ദൈവം കൊണ്ടുവരുന്നതിന് മുമ്പ് ആ അഭിഷേകത്തോടെ കയറി നിൽക്കുന്നത്. ഇന്ന് പകൽ ഞാൻ ആത്മാവിൽ വിരൽ ചൂണ്ടുകയാണ്. നിങ്ങൾ ഒറ്റയ്ക്കേ ഉള്ളൂ, പേടിക്കരുത്. യേശുവിൻ്റെ നാമം ഉപയോഗിക്കണം. ഹല്ലേലൂയ. നീ ഇരിക്കുന്ന ജോലി സ്ഥലത്താകട്ടെ, വീട്ടിലാകട്ടെ, എവിടെയാകട്ടെ, റൈറ്റ് നൗ ഹല്ലേലൂയ, നിങ്ങൾ ഉപയോഗിക്കുന്ന സ്ഥലത്ത് ദൈവത്തിൻ്റെ വിടുതൽ ഇറങ്ങി വരണം. ആമേൻ. യേശുവിൻ്റെ നാമം ഉപയോഗിക്കുന്നിടത്ത് ഹല്ലേലൂയ അധികാരം വർക്ക് ചെയ്യപ്പെടും. ദൈവരാജ്യത്തിൻ്റെ അധികാരം ഇറങ്ങി വരും. ഹല്ലേലൂയ. യേശുവിൻ്റെ നാമം ഉപയോഗിക്കപ്പെടുമ്പോൾ ആ രാജ്യത്തിൻ്റെ പിന്നിലുള്ള സകല സേനകളും ആ നാമത്തിന് പിറകിലിറങ്ങും. കമോൺ, ഞാൻ നിങ്ങളെ പ്രോത്സാഹിപ്പിക്കുക. ഈ ആഴ്ചയിൽ മറ്റൊന്നും കേട്ടില്ലെങ്കിലും വേണമെന്ന് യേശുവിൻ്റെ നാമം ഉപയോഗിക്കാൻ നീ പഠിക്ക്. പ്രശ്നങ്ങളുടെ നടുവിൽ മാറി നിന്നുകൊണ്ട് ഹല്ലേലൂയ വാ കൊണ്ട് എന്തെങ്കിലും പറയുന്നവരല്ല, നീതി വെളിപ്പെടുത്തുന്ന, ദൈവരാജ്യത്തെ വെളിപ്പെടുത്തുന്ന, ദൈവനാമം വെളിപ്പെടുത്തി നീ ചിലത് സംസാരിക്ക്. ചർച്ചിനോട് ഞാൻ പറയുന്നത്, ഈ ഹോളിനോട് പറയുന്നത്, ഈ സാഹചര്യങ്ങളോട് സംസാരിക്കാൻ ആത്മാവിൽ നമ്മൾ കാണിക്കുന്നതിനകത്താണ് ഈ അന്തരീക്ഷം വഴിമാറുന്നത്. ഹല്ലേലൂയ. റിങ്കു പറഞ്ഞു വിട്ടൊരു ഭാഗം നിങ്ങൾ കേട്ടെന്ന് വിശ്വസിക്കുന്നു. ഹല്ലേലൂയ. സാഹചര്യം അനുവദനീയമല്ലാത്തൊരു സമയത്ത് ഹല്ലേലൂയ ആ സമയത്തിൻ്റെ ആ ദൈർഘ്യം കൂട്ടിക്കിട്ടേണ്ടതിന് സമയത്തിൻ്റെ നിയന്ത്രണം ഏറ്റെടുത്തിരിക്കുന്നവരെ പിടിച്ചു നിർത്താൻ ദൈവ അഭിഷേകത്തിൻ്റെ നാവിനെ ഉപയോഗിച്ചെങ്കിൽ അവരെക്കാൾ വലിയവരാണ് നമ്മളെന്നുള്ള തിരിച്ചറിവ്. ഹല്ലേലൂയ. ഈ തിരിച്ചറിവ് നിങ്ങളുടെ അകത്തുണ്ടെങ്കിൽ നീ ഉപയോഗിക്കുന്ന നാമത്തിൻ്റെ പിറകിൽ രോഗസൗഖ്യങ്ങളുണ്ട്. ഞാൻ സഭയെ നോക്കി പ്രവചിക്കുന്നു, നീ ഉപയോഗിക്കുന്ന നാമത്തിനകത്ത് നിന്റെ അയലോക്കത്തെ വീട്ടുകാർ സൗഖ്യമാകും. അവർ വിശ്വാസിയാണെന്നോ അവിശ്വാസിയാണെന്നോ കാതിലും കയ്യിലും എന്തെങ്കിലും ഇട്ടി നോ 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 മനസ്സലിഞ്ഞു യേശു സൗഖ്യം കൊടുത്തതുപോലെ ദൈവരാജ്യത്തെ അവരുടെ വീട്ടിനകത്തേക്ക് കൊണ്ടുവരാൻ വേണ്ടി അത്ഭുതങ്ങളും അടയാളങ്ങളും നിങ്ങളുടെ നാവിനകത്തൂടെ പുറത്തു വരട്ടെ. കമോൺ, യേശുവിൻ്റെ നാമത്തിൽ നീ പ്രവചിക്കാൻ തയ്യാറാകുക.
യേശുവിന്റെ നാമം ഉപയോഗിക്കണം, യേശുവിന്റെ രക്തം ഉപയോഗിക്കണം, ദൈവവചനം ഉപയോഗിക്കണം. നമ്മൾ ഇന്ന് ചിന്തിച്ച അല്ലെങ്കിൽ ജോർജ വായിച്ച ഭാഗം, ഈ അധികാരത്തോടുള്ള ബന്ധത്തിൽ നമ്മുടെ അകത്ത് എന്ത് വേണം? വചനം വേണം, ഉൾനട്ട വചനം. അതിന്റെ മുഴുവൻ ക്വാണ്ടിറ്റി എടുത്തിട്ട് വന്നേ ഉള്ളു ഞാൻ. വചനം ഉണ്ടെങ്കിൽ ഒരു സ്ഥലത്ത് വീണു പോകത്തില്ല. അച്ഛാ, വീട്ടിലെന്ത് വചനം ഉപയോഗിക്കണം. വചനം ഈ ഗ്ലാഡ്സൺ പാസ്റ്റർ കഴിഞ്ഞ ദിവസം എന്നോട് പറഞ്ഞൊരു കാര്യമുണ്ട്, നേരത്തെ കേട്ടിട്ടുണ്ട് എങ്കിലും ഒരാളെ ഉറപ്പിച്ചുകൊണ്ട് പറഞ്ഞ കാര്യമാണ്. കൊറോണ ടൈമിൽ നമ്മൾ പലരും പ്രയാസം അനുഭവിക്കുകയുണ്ടായി. ആ കാലഘട്ടത്തിൽ തമ്മിൽ കാണാൻ കഴിയാതെ നമ്മളെ എല്ലാവരെയും റൂമിനകത്തേക്ക് കൊറോണ കയറ്റിയപ്പോൾ ഗ്ലാഡ്സൺ പാസ്റ്റർ ഞങ്ങളുടെ ആൻറ്റിയൊക്കെ വന്നിട്ടുള്ള ആ ചർച്ചിനകത്ത് അപ്പർ റൂമിൽ അദ്ദേഹം ആയിരിക്കുന്നു. താഴെ പപ്പ ഒരു സ്ഥലത്ത് എഴുന്നേൽക്കാൻ വയ്യാതെ കിടക്കുന്നു, മമ്മി വേറെ രീതിയിൽ കിടക്കുന്നു. ജിനോഷ് പാസ്റ്ററൊക്കെ രാവിലെ കൊണ്ട് പുറത്ത് വെക്കും. ഇവരകത്ത് കയറിയ നാട്ടുകാർ ഓടിക്കും, കൊറോണയാണ്, അതുകൊണ്ട് പുറത്ത് കൊണ്ട് ഫുഡ് വെക്കും. ഇങ്ങനെ ഒരു സമയത്ത് ഇദ്ദേഹം ദർശനത്തിലൂടെ കാണുന്നു പപ്പയുടെ ശരീരം ഭയങ്കര വീക്കാകുന്നു. അദ്ദേഹം റൂം തുറന്ന് പപ്പയുടെ അടുത്ത് ഇല്ലാത്ത നേരത്ത് ആളുടെ അനക്കമൊന്നുമില്ല, കിടക്കുകയാണ്. പയ്യെ താങ്ങി എഴുന്നേൽപ്പിച്ച് കൈ പിടിച്ച് പ്രാർത്ഥിച്ചു. കണ്ണ് തുറന്നു വന്നപ്പോൾ ബൈബിൾ എടുത്ത് കൈ കൊടുത്തു, വായിക്കാൻ പറഞ്ഞു. വായിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഒന്നും വായിക്കാൻ പറ്റത്തില്ലെന്ന് പറഞ്ഞു. കണ്ണാടി വെച്ച് കൊടുത്ത് വായിച്ചു. കുറച്ചു നേരം വായിച്ചുകൊണ്ടിരുന്നപ്പം ആളുടെ ശരീരം ആരോഗ്യത്തിലേക്ക് വരാൻ തുടങ്ങി. കൊറോണ ഇറങ്ങിപ്പോയി, തൻ്റെ ശരീരം പൂർണ്ണ സൗഖ്യത്തിലേക്ക് വന്നു. താൻ ഇപ്പോഴും ആ സാക്ഷ്യം എല്ലായിടത്തും പറയാറുണ്ട്. നിങ്ങൾക്ക് നിങ്ങളുടെ മനസ്സിനകത്ത് ആരോഗ്യമായി വെളിപ്പെടാൻ വേണ്ടി പറയുന്നു. ആമേൻ. ദൈവവചനം നമ്മൾ അതിൻ്റെ തനതായ രീതിയിൽ ഉപയോഗിച്ചാൽ ഒരു രോഗത്തിനും ഒരു സ്ഥലത്ത് ഇരിക്കാൻ വരരുത്. ഹല്ലേലൂയ. അതുകൊണ്ട് ശക്തിയോടെ ഉപയോഗിക്കാനായിട്ട് പരിശുദ്ധാത്മാവ് നിങ്ങളെ സഹായിക്കട്ടെ. ദൈവകൃപയിൽ നമുക്ക് ഒരുമിച്ച് ആഗ്രഹിക്കാം. ഞാൻ ഇന്ന് പറയാൻ ആഗ്രഹിച്ച ഒരു വചനം ഇതിനോട് ബന്ധപ്പെട്ടാണ്. വീണ്ടും ജനിച്ചവരുടെ അല്ലെങ്കിൽ ക്രിസ്തുവിൽ ഉയർത്തെഴുന്നേറ്റവരുടെ, ക്രിസ്തുവിൽ ജീവിച്ചവരുടെ ലൈഫ് സ്റ്റൈല് നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു എഫീസ്യ ലേഖനത്തിലൂടെ. ഞാൻ അതിൻ്റെ ഒരു ഓടിച്ചൊരു കാര്യം പറഞ്ഞിട്ട് നിർത്താം. 2-ാം അധ്യായമാണ് ചിന്തിച്ചുകൊണ്ടിരുന്നത്. എഫീസ്യ ലേഖനം 2-ാം അധ്യായം. യാക്കോബിന്റെ ലേഖനം വായിക്കാൻ പറഞ്ഞു. നന്നായി വീട്ടിൽ പോയി വായിച്ചോളാം. അതുപോലെ തന്നെ എഫീസ്യ ലേഖനം വായിക്കണം. ആമേൻ. ഹല്ലേലൂയ. ഇങ്ങനെ വായിക്കുന്നത് സഭ എന്നാണെന്ന് അറിയാത്തൊരു കാലഘട്ടത്തിൽ പത്രോസ് സഭയുടെ തൂണ, യോഹന്നാൻ, യാക്കോബ് സഭയുടെ തൂണാണ്. പക്ഷേ ദൈവം എന്നാ ചെയ്തുകൊണ്ടിരിക്കുന്നതെന്ന് ഇവർക്ക് കൃത്യമായിട്ട് അറിയില്ല. ഇവര് അപ്പം വെളിപ്പെടുന്ന കാര്യങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. യോപ്പയ്ക്കപ്പുറമുള്ള പട്ടണത്തിൽ കൊർന്നല്യോസിന്റെ വീട്ടിൽ ആരംഭിച്ച ആത്മീയ ഉണർവിനെ ഇവർക്ക് സ്വീകരിക്കാൻ പറ്റാത്ത രീതിയിലുള്ള പ്രയാസം വരുന്നു. 15-ാം അധ്യായം തുറക്കുമ്പോൾ യെരൂശലേം കൗൺസിൽ തുടങ്ങുകയാണ്. കാരണം ന്യായപ്രമാണം ഇല്ലാതെ, നിയമം ഇല്ലാതെ ഇവർക്കൊന്നിനെയും സ്വീകരിക്കാൻ കഴിയില്ല, ആരെയും സ്വീകരിക്കാൻ കഴിയില്ല. ഞങ്ങൾക്ക് മാത്രമുള്ളതാണ് യേശു, ഞങ്ങൾക്ക് മാത്രമുള്ളതാണ് ഈ മശിഹ എന്നുള്ള ചുറ്റുപാടിൽ നിന്ന് ദൈവം യഥാർത്ഥ വെളിപ്പെടുത്തൽ നടത്തുമ്പോഴാണ് ജാതികളുടെ ഇടയിൽ തുറന്നു വരുന്ന ഉണർവുകളും ജാതികളെക്കുറിച്ചുള്ള അപ്രമേയ ധനത്തെക്കുറിച്ചുള്ള വെളിപ്പെടുത്തലുകൾ പൗലോസ് നടത്തുന്നത്. ആമേൻ. ഇത് ഇങ്ങനെ ഒരു പുസ്തകമാകുന്നതിന് മുമ്പ് തന്നെ ജാതികളുടെ ഉൾത്തടങ്ങൾക്കകത്തേക്ക് പൗലോസ് വലിച്ച് ശക്തിയോടെ ഇതിനെ പതിപ്പിച്ചു വെച്ചു. ആമേൻ. അതാണ് യൂറോപ്പിൻ്റെ, ഏഷ്യയുടെ പല പ്രദേശങ്ങളും വലിയ ചർച്ചകളെ ദൈവത്തിൻ്റെ ആത്മാവ് പുറത്തു കൊണ്ടുവന്നത്. ഹല്ലേലൂയ. 1-ാം അധ്യായം തുറക്കുമ്പം ഞാൻ 1-ാം അധ്യായം ഇട്ടേച്ച് 2-ാം അധ്യായത്തിലേക്ക് വന്നതാണ്. വീണ്ടും എന്നെ പുറകോട്ട് കൊണ്ടുപോവാണ്. 1-ാം അധ്യായം തുറക്കുമ്പോൾ തന്നെ നമ്മൾ 3-ാം വാക്യത്തിൽ കാണാം, സ്വർഗത്തിലെ സകല ആത്മീയ അനുഗ്രഹത്താലും ക്രിസ്തുയേശുവിൽ നമ്മെ അനുഗ്രഹിച്ചിരിക്കുന്നു. ഓക്കെ, അപ്പം ഒന്ന് പറഞ്ഞേ, ഞാൻ അനുഗ്രഹിക്കപ്പെട്ടവനാണ്.
ഞാൻ ബ്ലസ്ഡ്, ഞാൻ അനുഗ്രഹിക്കപ്പെട്ടു. ഒന്നുകൂടെ പറ. അടുത്തിരിക്കുന്ന കസേരയിൽ ഇരിക്കാൻ വരാൻ പോകുന്നവർ അനുഗ്രഹിക്കപ്പെട്ടവരാണ്. അവരെ നോക്കി പറ. ആമേൻ, ആമേൻ, ഹല്ലേലൂയ. ഇതൊക്കെയാണ് പ്രൊഫറ്റിക്കൽ അറ്റ്മോസ്ഫിയർ നമ്മൾ കൊണ്ടുവരുന്നത്. അപ്പം ഈ ക്രിസ്തുയേശുവിൽ നിങ്ങൾ അനുഗ്രഹിക്കപ്പെടുമെന്നല്ല, അനുഗ്രഹിക്കപ്പെട്ടിരിക്കുന്നു. ആമേൻ, ഹല്ലേലൂയ. ഈ അനുഗ്രഹം ഭൗതിക അല്ല, ശരിയായിട്ടുള്ളത് ആത്മീയ അനുഗ്രഹത്തെ കുറിച്ചാണ് പറയുന്നത്. അത് ഈ കർത്താവിന്റെ സമ്പത്ത് എന്ന് പറയുന്നതൊക്കെ സ്വർഗീയ. അത് കിട്ടിയാല് അത് വന്നാൽ പിന്നെ ഇതൊക്കെ തന്നെ വരുന്ന കാര്യമാണ്. ഭൗതിക സമ്പത്ത് ഇല്ലെന്നല്ല ഞാൻ പറഞ്ഞു വരുന്നത്, അത് തന്നെ വന്നോളും. പക്ഷെ സ്വർഗത്തിൽ ഒത്തിരി സമ്പത്തുണ്ട്. ഒന്ന് പറ, സ്വർഗത്തിലൊത്തിരി. നമ്മൾ യാക്കോബിന്റെ ലേഖനം വായിച്ചപ്പോൾ തന്നെ അതിനകത്തൊരു വലിയ പദം കിടപ്പുണ്ട്. ഇത് ഭയങ്കര കോർഡിനേഷൻ ഉണ്ട് ഇന്നത്തെ വേടുമായിട്ട്. നിങ്ങൾ 1:16 അല്ലെ 1:16 വായിച്ചാൽ കിട്ടുന്ന ഒരു വാക്യമുണ്ട്. യാക്കോബിന്റെ ലേഖനം ഞാൻ വായിക്കട്ടെ. യാക്കോബിന്റെ ലേഖനം 1:16 എന്റെ പ്രിയ സഹോദരന്മാരെ, വഞ്ചിക്കപ്പെടരുത്. എല്ലാ നല്ല ദാനവും തികഞ്ഞ വരമൊക്കെയും ഉയരത്തിൽ നിന്ന് വെളിച്ചങ്ങളുടെ പിതാവിങ്കിൽ നിന്ന് ഇറങ്ങി വരുന്നു. ആമേൻ. എല്ലാ നല്ല ദാനങ്ങളും ഉയരത്തിൽ നിന്ന് വരുവാണ്. അതിൽ വന്ന ഒരു ദാനമായിരുന്നു, ഒരു കൃപയായിരുന്നു ക്രൈസ്റ്റ്. പിതാവ് തന്ന അടുത്ത വാഗ്ദത്തമാണ് എന്ത്? പരിശുദ്ധാത്മാവ്. ഇവൻ യേശു ചെയ്തെടുത്തത് പരിശുദ്ധാത്മാവ് നമ്മളിവിടെ നിവർത്തീകരിച്ചിരിക്കുമ്പോൾ ആ 2 സ്റ്റെപ്പിൽ മാത്രം നിൽക്കാനല്ല, നമുക്ക് നഷ്ടമായത് മുഴുവൻ സ്വർഗത്തിൽ നിന്ന് വെളിപ്പെടും. ഒന്ന് പറ. നമുക്ക് എനിക്കിതൊന്ന് പ്രസംഗിച്ച് പതിപ്പിക്കാനോ എന്താണെന്നൊന്നും വലിയായിട്ടൊന്നും അറിയത്തില്ല. പക്ഷെ പറ, സ്വർഗത്തിലുള്ള സകല അനുഗ്രഹത്താലും ഞാൻ ഈ ഭൂമിയും പ്രപഞ്ചവും മുഴുവൻ ഉൾക്കൊള്ളുന്ന മുഴുവൻ ദൈവത്തിന്റെ സമ്പത്താണ്. ദൈവത്തിന്റെ ഇതിന്റെ കാര്യമല്ല പറഞ്ഞേക്കുന്നത്, സ്വർഗത്തിലെ. ആമേൻ. ആത്മാവിനകത്തൂടെ ഇത് മൊത്തവും നമ്മളിൽ വെളിപ്പെടണം. ഹല്ലേലൂയ. 1-ാം അധ്യായത്തിനകത്ത് ഈ അനുഗ്രഹത്തെ കുറിച്ച് പറയുന്നു, തെരഞ്ഞെടുപ്പിനെ കുറിച്ച് പറയുന്നു, മുൻനിർണയത്തെ കുറിച്ച് പറയുന്നു, ദത്തെടുപ്പിനെ കുറിച്ച് പറയുന്നു, മുന്നൊരുക്കിയതിനെ കുറിച്ച് പറയുന്നു, മോചനത്തെ കുറിച്ച് പറയുന്നു, വീണ്ടെടുപ്പിനെ കുറിച്ച് പറയുന്നു, രക്തത്തിനെ കുറിച്ചുള്ള വിടുതലിനെ കുറിച്ച് പറയുന്നു, ഈ കാലസമ്പൂർണതയിലെ വ്യവസ്ഥയെക്കുറിച്ച് പറയുന്നു, അച്ചാരത്തെക്കുറിച്ച് പറയുന്നു, ദൈവഹിതത്തെക്കുറിച്ച് പറയുന്നു, അവകാശത്തെക്കുറിച്ച് പറയുന്നു, മുദ്രയെക്കുറിച്ച് പറയുന്നു. ഇത് ഭയങ്കര വിസ്ഫോടനം സൃഷ്ടിക്കുന്ന ആശയങ്ങളാണ്. ഇത് സെപ്പറേറ്റ് ചെയ്തൊന്നും വേറിട്ടൊന്ന് പഠിച്ചു കഴിഞ്ഞാൽ ദൈവം ജാതികളെ കുറിച്ച് എന്തൊക്കെയാണ് ഒരുക്കി വെച്ചേക്കുന്നത് മനസ്സിലാവും. ഞാൻ നിങ്ങളോട് പറഞ്ഞു, 1-ാം അധ്യായത്തിന് താഴോട്ട് പഠിച്ചു വരുമ്പോൾ നാം അതിൻ്റെ 6-ാം വാക്യത്തിനകത്ത് കണ്ടൊരു വാക്കുണ്ട്. ക്രിസ്തുയേശുവിൻ്റെ നമ്മെക്കുറിച്ചുള്ള വാത്സല്യത്തിൽ തൻ്റെ കൃപയുടെ അത്യന്ത ദാനം വരും കാലങ്ങളിൽ, ഈ കാലങ്ങളിൽ കാണിക്കേണ്ടതിനാണ് കൃപയിലൂടെ സ്വർഗത്തിൽ നിന്ന് വെളിപ്പെടുന്ന, ഒന്ന് ചിന്തിച്ചേ, ആ അത്യന്ത ദാനം. ഒരാമയും പോലും പറയുന്നില്ലല്ലോ ആരും. ആര് കാണണം? നമ്മളും കാണണം, ലോകം കാണണം. വേണ്ടേ? അത് ഇവിടുന്ന് പോയിട്ട് അവിടെ ചെന്ന് ആരെങ്കിലും കാണിക്കാൻ നോ, ഇവിടെ ചിലരെ കാണിക്കാനുണ്ട്. തോമശ കൈ ഇങ്ങനെ വെച്ച് അന്നത്തെ എൻ്റെ ആണിപ്പാടിനകത്തൂടെ കൈയിട്ട് നോക്കിയാലേ വിശ്വസിക്കുള്ളൂ എന്ന് പറഞ്ഞ തോമസിനെ പോലെ അല്ല. നമ്മൾ ചിലതിനെ പിടിച്ചിരിക്കും. വരും കാലങ്ങൾ ആ വാക്ക് തന്നെ, ഞാനതല്ല അത്യന്ത ധനത്തെക്കുറിച്ച് ചിന്തിക്കാനാണ് വന്നത്. പക്ഷെ പറഞ്ഞു വരുമ്പോൾ വാക്ക് തന്നെ കയറി തൊടുന്നു. അത് കാണേണ്ടതിനായിട്ട് ദൈവം ഒരുക്കുകയാണ്. അങ്ങനെ ഒരു വാക്ക് കിടപ്പുണ്ട്.
ഇത് നിങ്ങൾ അനുഭവിക്കേണ്ടതിന് വേണ്ടി മുന്നൊരുക്കിയത്, മുൻനിർണയിച്ചത്, തെരഞ്ഞെടുത്തത്, വീണ്ടെടുപ്പിച്ചത് രക്തത്താലുള്ള ദൈവഹിതത്താൽ ഈ വരും കാലങ്ങളിൽ എന്നിവിടെ പറയുന്ന ഇത് നമ്മളിൽ വെളിപ്പെടേണ്ടതിന് ദൈവം ആഗ്രഹിക്കുക. ഇപ്പോൾ നിൽക്കുന്ന സാഹചര്യങ്ങൾ മോശമാണ്, പക്ഷെ വചനം ഒരു കണ്ണാടിയിൽ കാണുന്നത് പോലെ നിങ്ങളോട് സംസാരിക്കുകയാണ്. ഇതിട്ടേച്ച് പറവ കൊത്തിക്കൊണ്ടുപോയതോ മുള്ളി ഞെരുക്കിക്കൊണ്ടുപോയോ രീതിയിലേക്ക് പ്രശ്നം വഴിമാറാതെ എന്താണോ കണ്ണാടിയിൽ നിങ്ങൾ കണ്ടത്, എന്താണോ നിങ്ങളുടെ സ്വരൂപം, അല്ലേ, നിങ്ങളുടെ സ്വരൂപം കണ്ണാടിയിൽ കണ്ടതുപോലെ, ആമേൻ. കൊരിന്ത്യലേഖനം പറയുന്നു, അതേജസ്സായുള്ളവൻ അതിൻ്റെ പ്രൗഢിയോടെ പുറത്തു വരുന്ന ഒരു ലൈഫ് സ്റ്റൈലിലേക്ക് ദൈവം വഴിതിരിക്കാൻ പോവുക. എന്നെ ആത്മാവ് ധരിപ്പിക്കുന്ന ഒരു കാര്യമുണ്ട്, സംതിങ് എക്സ്ട്രാ ഓർഡിനറി ആയിട്ടുള്ള ലൈഫ് സ്റ്റൈലുള്ള ആൾക്കാർ പുറത്തു വരും. അതിൽ നല്ല ഹല്ലേലൂയ പറഞ്ഞാണ്. അവര് ദൈവവചനത്തോട് പ്രതികരിക്കുന്ന സ്റ്റൈല് വേറെ ആയിരിക്കും. അവർ പ്രവചനത്തോടും പ്രവചനദൂതുകളോടും വെളിപ്പാടിനോടും വാക്തത്വങ്ങളോടും ദൈവിക നിയമങ്ങളോടും ഉപദേശങ്ങളോടും ബൈബിളിനോടും ദൈവിക പ്രവർത്തനങ്ങളോടും സ്വീകരിക്കുന്ന മനോഭാവങ്ങൾ വ്യത്യസ്തമായിരിക്കും. കം ഓൺ, ആ ജനറേഷനെ ഞാൻ ആത്മാവിൽ വിളിക്കുകയാണ്. മുണ്ടക്കയത്തുനിന്ന് അവർ കയറി വരട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശു ക്രിസ്തു അത് പറഞ്ഞത്, നിങ്ങൾ പേടിക്കണ്ട, എന്നെ ഇവർ ക്രൂശിക്കും, നിങ്ങൾ ചിതറും, ബട്ട് ഞാനത് പറയുന്നു, ഒരു ജനറേഷൻ കയറി വരും. ഹല്ലേലൂയ. അതിൻ്റെ ഒരു പകർച്ച ഈ പട്ടണത്തിൻ്റെ തെരുവുകളിലും ഈ പട്ടണത്തിൻ്റെ ഗ്രാമങ്ങളിലും ഈ പട്ടണത്തിലും അപ്പുറമുള്ള കുന്നുകളിലും സംഭവിക്കുമെന്ന് ആത്മാവിൻ്റെ വചനത്താൽ ഞാൻ വിളിച്ചു പറയുന്നു. സംഭവിക്കട്ടെ, സംഭവിക്കട്ടെ, സംഭവിക്കട്ടെ. നിങ്ങളായിരിക്കുന്ന വീടുകളുള്ള പ്രദേശങ്ങളിലേക്ക് ആ ദൂതുകളെ അയച്ച് പ്രാർത്ഥിക്കുക. ആ പട്ടണങ്ങൾക്കകത്തു നിന്നും ഗ്രാമപ്രദേശങ്ങൾക്കകത്തു നിന്നും ഹല്ലേലൂയ സാത്താൻ പിടിച്ചൊതുക്കിയ തലമുറയെ പരിശുദ്ധാത്മാവ് സ്വതന്ത്രമാക്കട്ടെ. നാം ഇത് പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ തന്നെ ആത്മഹത്യയും ആഭിചാരത്തിൻ്റെ സ്പിരിറ്റും അന്ധകാരത്തിൻ്റെ സ്പിരിറ്റും വ്യഭിചാരത്തിൻ്റെ സ്പിരിറ്റും ഹല്ലേലൂയ ആസക്തിയുടെ സ്പിരിറ്റുകളും വിട്ടുമാറട്ടെ യേശുവിൻ്റെ നാമത്തിൽ. അതിനുവേണ്ടി ദൈവം സഭയെ നിയോഗിക്കും, അതിനുവേണ്ടി സംരംഭങ്ങളെയും പ്ലാനുകളെയും ദൈവം തരും, അതിനുവേണ്ടി ദൈവം ചിലത് ഒരുക്കും. അധികാരത്തോടെ ഞാൻ കൽപ്പിക്കുന്ന നാളുകൾ മുമ്പിലുണ്ട്. പരിശുദ്ധാത്മാവ് പറയുന്നു, ഹല്ലേലൂയ, അന്തരീക്ഷങ്ങൾ ചേഞ്ച് ആകാൻ പോവുകയാണ്. ഹല്ലേലൂയ. ഒരുപാട് ചൂടനുഭവിച്ച ഒരു ജനത്തെ മരുഭൂമിക്കകത്തേക്ക് ദൈവം വീണ്ടും നിലനിർത്തുമ്പോൾ ദൈവത്തിന് പറയാനുണ്ട്, നിങ്ങൾ മിസ്രൈമിലേറ്റ ചൂടിനേക്കാൾ വലുതാണ് ഈ യാത്രയിലെ ചൂട്. പക്ഷേ ചൂട് അടുപ്പിക്കാവുന്നതേ ഉള്ളൂ, നിന്റെ മേലത് വെളിപ്പെടത്തില്ല. ഞാൻ ഏതൊക്കെയോ കുടുംബങ്ങളെ നോക്കി പ്രവചിക്കുന്നു, നിന്റെ വീട്ടിൽ തലമുറകളുടെ നേരെ ആക്രമിക്കാൻ ഇറങ്ങി വന്ന ആ പ്രവർത്തനത്തെ ഹല്ലേലൂയ അത് ഉള്ളതുപോലെ തന്നെ ഇല്ലാതാക്കി മാറ്റുന്ന ദൈവശക്തി ഈ ആരാധനയിലൂടെ നിന്റെ മേൽ വെളിപ്പെടുകയാണ്. കമോൺ, ദൈവശക്തി ഏറ്റെടുത്തുകൊണ്ട് പോകണം. നാളുകളായി അനുഭവിക്കുന്ന മരുഭൂമിയുടെ അനുഭവങ്ങളെ ആത്മാവിൽ ജയിക്കാൻ കഴിയുന്ന ഒരു ദൈവശബ്ദമായി ഇത് മാറും. ഹല്ലേലൂയ. നിങ്ങളുടെ കുടുംബങ്ങൾക്കകത്ത്, അടുത്ത കുടുംബങ്ങൾക്കകത്ത്, നിങ്ങളുടെ സഹോദര ഭവനങ്ങൾക്കകത്ത് അനുഭവിക്കുന്ന വിരക്തികൾ, രോഗബാധകൾ യേശുവിൻ്റെ നാമത്തിൽ സൗഖ്യമാകത്തക്ക രീതിയിൽ നീ ഒരു കാരണക്കാരനായി മാറും. കമോൺ, റിബാ ചാല ബൗളിയ ശബാരിയന്തല പ്രഭാതിയ നഗാദിയ അബ്രാഖാചല ലിബീഷിയ ഖബാസിയ. ഞാൻ പറഞ്ഞുകൊണ്ട് വന്നത്, കേൾക്കുന്ന മാത്രമായി തീരാതെ കാണുന്നവരുമായി തീരാതെ എന്താണോ കണ്ടത് അത് ചെയ്യാനുള്ള പ്ലാൻ. അതിനൊരു ഒരുക്കം വേണ്ടേ, അതിനൊരു പ്രാർത്ഥന വേണ്ടേ, അതിനുവേണ്ടി സമയം സ്പെൻഡ് ചെയ്യണ്ടേ, ആഗ്രഹിക്കണ്ടേ. ഹല്ലേലൂയ. മഴ പെയ്യുമെന്ന് പറഞ്ഞാൽ മഴ പെയ്യും, ഇന്ന് വരെ പെയ്യാത്ത മഴ പെയ്യും. പക്ഷെ നോഹേ, നീ നിന്റെ പണി സ്റ്റാർട്ട് ചെയ്തോ. നിന്നോട് പറഞ്ഞ മരം മുറിക്കാൻ തുടങ്ങുമ്പോഴേ അടിയിലെ വാതിലുകൾ തുറക്കാൻ തുടങ്ങും. ഈ പണിയുന്നവരെല്ലാം അനുസരിച്ചവരല്ല, പക്ഷെ അവർക്ക് പണി കൊടുത്തുകൊണ്ട് ദൈവത്തിൻ്റെ വാക്ക് നീ അനുസരിക്കുമ്പോൾ, കമോൺ, ആകാശത്തിൻ്റെ കീഴിവാതിലുകൾ തുറക്കും.
വചനം പറയുന്നു, അന്ന് വരെ മഴ പെയ്തിട്ടില്ല. പക്ഷേ ദൈവം പറഞ്ഞതുപോലെ തന്നെ ആകാശത്തിന്റെ കിളിവാതിലുകൾ തുറന്നു. ആകാശത്തിന്റെ കിളിവാതിലുകൾ തുറന്നു. ആമേൻ, ഹല്ലേലൂയ. വാക്ക് ഞാൻ ആത്മാവിൽ പ്രഖ്യാപിക്കുകയാണ്. മുണ്ടക്കയത്തിന്റെ മേൽ ഹല്ലേലൂയ ദൈവത്തിന്റെ ഉണർവിന് വേണ്ടിയുള്ള കിളിവാതിലുകൾ ദൈവം തുറക്കട്ടെ. ഒരു ന്യായവിധിക്കകത്തേക്ക് ആ ജനം പോയെങ്കിൽ, അതേ ന്യായവിധി നിനവയിൽ ഇറങ്ങുമ്പോൾ ഒരു കൂട്ടം ജനം ദൈവത്തിന് വേണ്ടി വേർതിരിക്കപ്പെടുന്നു. ഉപവാസം നിശ്ചയിച്ച് ദേശത്തിലെ മൃഗങ്ങൾ വരെ ഉപവാസത്തിലിരുന്നു കൊണ്ട് രട്ടുടുത്തുകൊണ്ട് പ്രാർത്ഥിക്കാൻ തുടങ്ങുമ്പോൾ പ്രവാചകന്റെ കണ്ണിന് അവിശ്വസനീയമെന്ന മാറ് ദൈവം തന്റെ പ്ലാനിനെ തിരിച്ചു കളയുകയാണ്. ഞാൻ ഇന്ന് പകൽ വളരെ ക്ഷീണിതനായിട്ടാണ് ഇവിടെ കയറി വന്നത്. പക്ഷേ എനിക്കിന്ന് പ്രവചിക്കാനുള്ളത് മുണ്ടക്കയത്തിന്റെ ഉണർവിനെ കുറിച്ചാണ്. എനിക്കിന്ന് പ്രസംഗിക്കാനുള്ളത് ഈ പട്ടണങ്ങൾക്കകത്ത് വിശേഷിക്കപ്പെടാനുള്ള ജീവിതങ്ങളെ കുറിച്ചാണ്. ആവർത്തനമാണ്, അതെ, എല്ലാം ആവർത്തനമാണ്. പക്ഷെ എൻ്റെ വാക്കില് ശക്തി കൂടുമ്പോൾ എനിക്ക് മനസ്സിലാകുന്നു, ഇത് ഞാൻ ആവർത്തിക്കുന്നതല്ല, മറിച്ച് പരിശുദ്ധാത്മാവ് ആവർത്തിക്കുന്നതാ. ഏതൊക്കെയോ റൂമുകളിൽ നീ ഇരുന്നപ്പോൾ തലയിൽ തൊട്ട് നിന്നോട് പറഞ്ഞ വാഗ്ദത്തങ്ങൾ നിവർത്തീകരിക്കുന്ന അകത്ത് വന്ന വേടി ഇതുവരെ വിട്ടുകളയാതെ അതിനെ പിടിച്ചു വെച്ച് നീ ആത്മാവിൽ കയറി നിൽക്കുമ്പോൾ പരിശുദ്ധാത്മ പറയുന്നു, ഇല്ല, നിന്നെ പിടിപ്പിക്കാൻ അനുവദിച്ചത് എൻ്റെ ആഗ്രഹം നിന്നിൽ വെളിപ്പെടുത്തിയ ആത്മഭാരമാണെങ്കിൽ ഇന്ന് പകൽ പരിശുദ്ധാത്മ പ്രവചിക്കുന്നു, അത് നിവർത്തീകരിക്കേണ്ട സമയത്തിനകത്തേക്ക് വരികയാണ്. Come on, hallelujah. മരം വെട്ടാതെ പ്ലാൻ അവതരിപ്പിക്കപ്പെട്ടതനുസരിച്ച് പണി തുടങ്ങാതെ മഴ പെയ്യത്തില്ല. മഴ പെയ്യും നിശ്ചയമായി. പക്ഷേ പെട്ടകം പണിതേ പറ്റുള്ളൂ. പെട്ടകം പണിതാലേ നോഹേ നിനക്ക് രക്ഷയുള്ളൂ. നീ കാണുന്ന പർവ്വതത്തിൻ്റെ മേലെ വെള്ളം കയറും, പക്ഷെ നിനക്ക് സുരക്ഷിതമായ ഒരു സ്ഥലം പെട്ടകമായതുകൊണ്ട് യു ഹാവ് ടു ബിൽഡ്. നീ അത് ബിൽഡ് ചെയ്തേ പറ്റുള്ളൂ. ഹല്ലേലൂയ. ആരോടോ ആത്മാവിൽ പ്രവചിക്കുന്നു, ചിലത് പണിയാനൊരുങ്ങുക, പ്ലാനിന്റെ ഭാഗമാകുക. ആ പദ്ധതി കർത്താവ് അവതരിപ്പിച്ചത് എടുത്തു വെച്ച് വരയ്ക്കുക. പ്രവാചകനോട് പറയുന്നതാണ്, ദുഷ്ടതയുടെ മുനമ്പുകൾ കുത്തിനോവിക്കുന്ന രീതിയിൽ മനസ്സിനകത്തേക്ക് വീണ്ടും വീണ്ടും ആവർത്തിച്ചുകൊണ്ടിരിക്കുമ്പോൾ പറയുകയാണ്, ദർശനത്തിനൊരു അവധി വെച്ചിരിക്കുന്നു, അതതിൻ്റെ സമാപ്തിയിലേക്ക് ബന്ധപ്പെടുന്നു. വാക്യം വീണ്ടും ആവർത്തിക്കുന്നു, അത് സമയം തെറ്റിയാലും വരും. ഹല്ലേലൂയ. ദർശനത്തിനകത്തേക്ക് ബന്ധപ്പെടുന്ന ഒരു വാഗ്ദത്തം അകത്ത് കിട്ടുന്നത് കൊണ്ട് ഈ പകൽ ആത്മാവിൽ പ്രവചിക്കുന്നു. Come on, എഴുന്നേറ്റ് പ്രകാശിക്കുക. ചുടപ്രഭാതനം പ്രഭാതിയ ലഗാതര പ്രഭാതനം ഷിയാർ ഖബോറിയ ഹൽഗാറിയാന്തല പ്രഭാഷിയ. പ്രവാചകനോട് പറയാം, നീ എഴുതുക. ഓടിച്ചു വായിക്കാൻ പറ്റുന്ന രീതിയിൽ നിന്റെ വാക്തത്വം നീ എഴുതി പിടിപ്പിക്കുക. എഴുതിയത് വായിക്കുക, വായിച്ചത് പറയുക. യെസ്, ദൈവം അത് ചെയ്യുമെന്ന് പറഞ്ഞാൽ ചെയ്തിരിക്കും. ഞാനൊരു വാക്ക് പറഞ്ഞിവിടെ ഈ പ്രസംഗം നിർത്തുകയാണ്. ഹല്ലേലൂയ. അവൻ്റെ വാക്തത്വം ഭൂമി മാറിപ്പോയാലും സംഭവിക്കും. യേശുവിൻ്റെ നാമം. അവൻ്റെ വാക്തത്വം ഭൂമി മാറിപ്പോയാലും സംഭവിക്കും. അവൻ്റെ വാക്തത്വം ഹല്ലേലൂയ ആകാശം ഇളകിപ്പോയാലും സംഭവിക്കും. അവൻ്റെ വാക്തത്വം സൂര്യൻ അസ്തമിച്ചു പോയാലും സംഭവിക്കും. ഒരു നിമിഷം എല്ലാവരും ദൈവശനം എഴുന്നേറ്റ് നിന്നാട്ടെ. പ്രവാചകനോട് പറയുകയാണ്, നീ എഴുതുക. 2-ാം അധ്യായം ഹബക്കൂക്കിന്റെ പ്രവചനം
ആദ്യം തുടങ്ങുന്ന വാക്യങ്ങളാണ്. നിന്നോട് പറഞ്ഞ വാക്തത്വം നീ എഴുതുക. ഓടിച്ച് വായിക്കാൻ പറ്റുന്ന ഒരു ഫലകത്തിനകത്ത് എഴുതുക. അത് സംഭവിക്കാൻ പോവുകയാണ്. ഒരു നിമിഷം എല്ലാവരും പ്രാർത്ഥിച്ച് എൻ്റെ വാക്കുകളെ വേഗത്തിൽ നിർത്താം. പലതും കൈവിട്ട് നിൽക്കുന്നത് പോലെ തോന്നുന്നുണ്ട് നിന്റെ കുടുംബജീവിതത്തിൽ. പലതിലും പറഞ്ഞു പ്രാർത്ഥിച്ചു, ഇപ്പോൾ നിരാശ. പക്ഷെ പരിശുദ്ധാത്മാ പറയുന്നു, നിരാശയുടെ ആശങ്കയുടെ ആത്മാവിനെ ശാസിക്ക് യേശുവിൻ്റെ നാമത്തിൽ. എന്നിട്ട് നീ ആത്മാവിൽ കയറി നിൽക്ക്. എന്നിട്ട് പറഞ്ഞ അതേ പദം ആത്മാവിൽ പറയുക. കഴിഞ്ഞ 7 വർഷമായിട്ട് ഞാൻ പറയുന്ന ഒരേ ദൂതാണ് ഇന്ന് പകരം പറയുന്നത്. പക്ഷെ എൻ്റെ വാക്കിന് ശക്തി ദൈവാത്മാവ് കൂട്ടിയിട്ടേ ഉള്ളൂ. ഞാനാ പറഞ്ഞിരുന്നെങ്കിൽ അത് പറയാൻ ഇച്ചിരി മടിച്ചേനെ. ഞാനാണ് ആ ആശയം കൊണ്ടുവരുന്നതെങ്കിൽ എനിക്കിത് പറയാൻ ബുദ്ധിമുട്ടുണ്ടായേനെ. പക്ഷേ അത് തന്നെ പറയുന്നു, ബന്ധപ്പെടുന്നു. വീണ്ടും ഞാൻ ആവർത്തിക്കട്ടെ, നിന്റെ വീടിനകത്തൊരു പ്രശ്നം കയറി വരുന്നു, നിന്റെ ശരീരത്തിനകത്തൊരു പ്രശ്നം കയറി വരുന്നു. ആർക്കും അതിന് മറുപടി പറയാനില്ല. പക്ഷെ വചനത്തിനകത്ത് മറുപടി ഉണ്ട്. ആദ്യം നിന്റെ അകത്ത് കയറിയ സംശയത്തെ എടുത്ത് പുറത്തു കളയുക. ആ പിന്മാറ്റത്തിൻ്റെ അനുഭവത്തെ എടുത്ത് പുറത്തു കളയുക. വചനം കേൾക്കുമ്പോൾ സ്തോത്രം പറയാൻ മടി കാണിക്കുന്നതിൻ്റെ മനോഭാവത്തെ എടുത്ത് പുറത്തു കളയുക. ആരാധനയ്ക്ക് വരാൻ തടസ്സം നിൽക്കുന്ന മനോഭാവത്തെ എടുത്ത് പുറത്തു കളയുക. ഹല്ലേലൂയ. പ്രാർത്ഥനയിൽ ആരാധിക്കാൻ തടയുന്ന ആരാധനയുടെ വൈമനസ്യത്തെ എടുത്ത് പുറത്തു കളയുക. പറ്റുന്നത് പോലെ നീ കൈയടിച്ച് ആത്മാവിൽ കയറി നിൽക്കുക. ദൈവം നിന്നെ കൂടെ വലുത് ചെയ്യാൻ പോവുക. മടിച്ചെന്ന് എന്നെ വീണ്ടും പരിശുദ്ധാത്മ പറയാം, മടിച്ചു. ഹല്ലേലൂയ. ആരുടെയോ ഒക്കെ വാക്ക് കേട്ട് ഈ മോശ ദൈവപദ്ധതി ഉപേക്ഷിച്ചു. കയ്യിൽ കിട്ടിയ വടിയായിട്ടും മനുഷ്യൻ നടക്കുക, ആടുകളെ മേയ്ക്കാൻ. എന്താ ഇത്രോവിൻ്റെ ആടുകളെ മേയ്ക്കുന്നു? നോ, നിന്റെ ഉത്തരവാദിത്തം, നിയോഗം, നിന്നോടുള്ള ദൈവപ്രവൃത്തി അതല്ല. ഹല്ലേലൂയ. ഒറ്റ കാര്യോടെ പറഞ്ഞാൽ നിർത്തട്ടെ. നീ ഈ വാക്തത്തെ അച്ചീവ് ചെയ്യുന്നത് നിന്റെ മാത്രം രക്ഷയ്ക്കല്ല എന്നുള്ള തിരിച്ചറിവ് ഉണ്ടാകണം. ജോർജ് ആൻ പ്രബോധിപ്പിച്ചൊരു വാക്യമുണ്ട്, സ്വന്തമായി ചതിക്കരുത്, തന്നെത്താൻ ചതിക്കരുത്. ലൈവ് ഉണ്ടെങ്കിൽ കട്ട് ചെയ്യണേ.